ഹലോ, വെൽക്കം ബാക്ക് ടു നിറ്റ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പഴയ രീതിയിലുള്ള ഹോം മെയ്ഡ് ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് പരിചയപ്പെടുത്തി തരാമെന്ന് വെച്ചിട്ടാണ്. പഴയ രീതിയിൽ എന്ന് വെച്ചാൽ എന്തുവാണ്, പഴയ രീതിയിലാണെങ്കിൽ നമുക്ക് ഇന്നും എന്താ പറയുക, നമുക്ക് റിസൾട്ടുള്ള എപ്പോഴും എല്ലാ കാലത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്നതും വളരെ ഈസി ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. പ്ലസ് നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ഇല്ല, ഒന്നുമില്ല. 100% നമുക്ക് കെമിക്കൽ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റാണ് ഇന്ന് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. കൂടാതെ ഫേഷ്യൽ എന്തിനു വേണ്ടി ചെയ്യുന്നു, എന്താണ് ഫേഷ്യൽ എന്നുള്ളതും കൂടി അറിയണ്ടേ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫേഷ്യൽ ചെയ്യാമെന്ന് വെച്ചാൽ വെളുക്കാൻ വേണ്ടിയിട്ടല്ല, അത് ആദ്യം മനസ്സിലാക്കുക കേട്ടോ. എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഫേഷ്യൽ ചെയ്താൽ പെട്ടെന്ന് വെളുക്കും, അങ്ങനെയല്ല. നമ്മളുടെ സ്കിന്നിനെ, അതായത് നമ്മളുടെ ഫേസ് ഒരു എക്സ്ഫോലിയേഷനാണ് നടക്കുന്നത്. എക്സ്ഫോലിയേഷൻ എന്ന് വെച്ചാൽ ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഫേഷ്യൽ എന്ന് പറയുന്നത്. പ്ലസ് നമുക്ക് മസാജും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും നമ്മുടെ സ്കിൻ ടോൺ, അൺഈവൺ സ്കിൻ ടോണിനെ ഈവൻ ആക്കി കൊണ്ടുപോകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ സ്കിന്നിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് എന്താ പറയുക, നമ്മളുടെ സെൽസെല്ലാം ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്ന് പറയുന്നത്. അത് ഇടയ്ക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്, മന്ത്ലി വൺസ് ചെയ്യണം എന്നുള്ളതാണ്. ബട്ട് എല്ലാവർക്കും അത് മാസത്തിൽ ഒരു പ്രാവശ്യം ഒന്നും ചെയ്യാൻ പറ്റാറില്ല. സോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളൊരു 2-3 മാസം കൂടുമ്പോഴെങ്കിലും ഒരു ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതും നമ്മൾ ഏജിനനുസരിച്ച്, ഇപ്പോൾ നമ്മൾ ഏജ് കൂടിയിട്ടുണ്ടെങ്കിൽ ആൻറ്റി ഏജിങ് എടുക്കുക, അല്ല പിമ്പിൾസ് ആഗ്നെ ഉള്ളവർക്കാണെങ്കിൽ അതിൻ്റെ എടുക്കുക, സ്കിൻ റിപ്പയർ ഉള്ളവർക്ക് അതിൻ്റെ എടുക്കുക. അങ്ങനെ എന്താണോ നമ്മുടെ പ്രശ്നം അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. പക്ഷേ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അതും എല്ലാവർക്കും നമുക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ ഇപ്പോൾ പറയുന്ന പ്രൊഡക്റ്റ് വെച്ച് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് മീൻസ് നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഞാൻ ഒരുപാട് സസ്പെൻസ് ഒന്നും ഇടുന്നില്ല, ഞാൻ പെട്ടെന്ന് തന്നെ പറയാം. നമ്മളുടെ വീട്ടിലെല്ലാം ഉണ്ട് മിൽക്ക്, ഇല്ലേ? പാല് ഇല്ലാതെ വീട് ആരും തന്നെ, പാല് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെപ്പോഴും ബേസിക്കായിട്ട് ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാല് കൊണ്ട് നമുക്ക് എങ്ങനെ ഫേഷ്യൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകും കേട്ടോ. പാല് ഭയങ്കര സംഭവമാണ്. നമുക്കറിയാം പണ്ടത്തെ കാലത്തൊക്കെ അല്ലെങ്കിൽ മുമ്പൊക്കെ എന്ന് വെച്ചാൽ ഫേഷ്യലിനൊന്നും സലൂൺ അല്ലെങ്കിൽ പാർലറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നില്ല. വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് പാലെന്ന് പറയുന്നത്. അപ്പോൾ പാല് ഭയങ്കര നല്ലൊരു ക്ലെൻസറാണ്. ഇന്നാണ് നമ്മൾ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റൊക്കെ നമ്മൾ എടുക്കുന്നത്. പക്ഷെ മുമ്പൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, പാലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്ലെൻസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യണം. ക്ലെൻസിങ് എന്ന് വെച്ചാൽ എന്തുവാ, നമ്മുടെ സ്കിന്നിൻ്റെ പോർസസിനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ക്ലെൻസ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലെൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് മിൽക്കാണ് കേട്ടോ പണ്ടൊക്കെ. അപ്പോൾ ഇന്ന് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരുപാട് സംഭവങ്ങൾ, നമുക്ക് എന്താ പറയുക, നല്ല ക്ലെൻസറൊക്കെ പുറത്തുനിന്ന് കിട്ടുന്നതുകൊണ്ട് നമ്മളെല്ലാം അതൊക്കെ അങ്ങനെ ആയിപ്പോയി. പിന്നെ ഒരു കാര്യമുണ്ട്, മിൽക്ക് നമുക്ക് ഒത്തിരി ഓയിലി ആയിട്ടുള്ള സ്കിന്നിൽ കൊടുക്കാൻ പറ്റില്ല. ഓയിലി സ്കിന്നുള്ളവർ ഞാൻ പറയുന്ന ഈ ഫേഷ്യൽ മാക്സിമം ഒഴിവാക്കിക്കോളൂ കേട്ടോ. കാരണം ചിലപ്പോൾ പിമ്പിൾസ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഇത് മിൽക്കാണ്, കംപ്ലീറ്റ്ലി ഓയിൽ ടെക്സ്ചർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പിമ്പിൾസ് ഉള്ളവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായെന്ന് വരാം. അതുകൊണ്ട് മാക്സിമം പിമ്പിൾസ് ഉള്ളവർ, മറ്റേ ഓയിലി സ്കിന്നായിട്ടുള്ളവരും അവോയ്ഡ് ചെയ്യുക. ബാക്കിയുള്ളവർക്ക് ഞാൻ പറയുന്ന ഈ ഒരു ഫേഷ്യൽ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. ഒത്തിരി ഓയിലായിട്ടുള്ളവർക്കാണ് ഞാനിത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മളുടെ എന്തൊക്കെ സംഭവങ്ങളാണ് വേണ്ടത്, മിൽക്ക് ഫേഷ്യലിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യത്തെ പ്രൊസീജിയർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം അല്ലേ ഫേഷ്യൽ ചെയ്യുമ്പോൾ. അതിനായിട്ട് നമുക്ക് കുറച്ച് റോ മിൽക്ക് എടുക്കുക കേട്ടോ. നോർമൽ പാല്, വീട്ടിലുള്ള പാല് കുറച്ച് ഒരു ബൗളിൽ ഒരു 1.5 സ്പൂണൊക്കെ മതിയാവും നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്യാനായിട്ട്. സോ കുറച്ച് 1-2 സ്പൂൺ എടുത്ത് ഫേസ് നല്ലതുപോലെ ക്ലീൻ ചെയ്യുക. പറ്റുമെങ്കിൽ ഒരു കോട്ടൺ എന്തെങ്കിലും എടുക്കുക കേട്ടോ. കോട്ടണൊക്കെ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അതല്ലെങ്കിൽ മേടിക്കുക, എന്നിട്ട് അത് വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരും. അതല്ലാത്തവർ കൈകൊണ്ട് തന്നെ ചെയ്യാം. നന്നായിട്ട് ക്ലീൻ ചെയ്യുക, മിൽക്ക് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മളുടെ പ്രൊസീജിയർ. നമ്മൾ നോർമലി ഏത് ഫേഷ്യൽ ചെയ്യുമ്പോഴും ഫസ്റ്റ് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യും. അപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളിവിടെ മിൽക്കാണ് യൂസ് ചെയ്യുന്നത്.
ഓക്കെ. നെക്സ്റ്റ് നമുക്ക് സ്ക്രബ് ചെയ്യണം അല്ലേ. നമ്മളുടെ പ്രൊസീജിയർ ഫേഷ്യൽ ചെയ്യുമ്പോൾ ആദ്യം ക്ലെൻസ് ചെയ്യുക, സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്യാനായിട്ട് നമ്മളിവിടെ എടുക്കേണ്ടത് മിൽക്ക് ഒരു 1 to 1.5 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ മിൽക്ക് എടുക്കാം. സോ അതിൽ നമുക്ക് കുറച്ച് 1 സ്പൂൺ നമുക്ക് നമ്മളുടെ റൈസ് പൗഡർ ഉണ്ടല്ലോ, അരിപ്പൊടി വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് സ്ക്രബ് ചെയ്യുക കേട്ടോ. നമുക്കത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള അരിപ്പൊടി അല്ലെങ്കിൽ റൈസ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അത് വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ പാലും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് റൈസ് പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ നിങ്ങൾ റബ്ബ് ചെയ്ത് നന്നായിട്ട് കൊടുക്കുക. 3 to 5 minutes എങ്കിലും എടുക്കണം. ക്ലെൻസിങ്ങിന് ഒരു 3 minute ടൈം എടുക്കാം. നന്നായിട്ട് വൃത്തിയാവണം വരെ നന്നായിട്ട് കൊടുക്കുക, ഫേസ് ആൻഡ് നെക്ക്. ദെൻ നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക കേട്ടോ. പാലും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 3 to 5 minutes വരെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ദെൻ എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ നെക്സ്റ്റ് എടുക്കേണ്ടത് നമ്മളുടെ പാക്കാണ് വേണ്ടത്. പാക്കിനായിട്ട് നമുക്ക് ഇവിടെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. ആദ്യം ക്ലെൻസ് ചെയ്യുന്നു, പിന്നെ സ്ക്രബ് ചെയ്യുന്നു, പാക്ക് ഇടുന്നു. ഇതാണ് നമുക്ക് വരുന്നത്. ഈ 3 സ്റ്റെപ്സാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്റ്റീം കൊടുക്കാം ഫേസിന് കുറച്ചും കൂടെ. കാരണം ഫേഷ്യലായിട്ട് എടുക്കുവാണെങ്കിൽ സ്റ്റീം എപ്പോഴും നല്ലതാണ്. നമ്മളെ വീട്ടിലൊക്കെ ചെറിയ കുഞ്ഞ് സ്റ്റീമറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, സ്ക്രബ് കൊടുക്കുന്ന സമയത്ത് ഒന്ന് സ്റ്റീമും കൂടി കൊടുത്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കാരണം സ്റ്റീം കൊടുക്കുമ്പോൾ നമ്മളുടെ സ്കിന്നിലെ പോർസസ് എല്ലാം തന്നെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഡെഡ് സെൽസിനെ പെട്ടെന്ന് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കുറച്ചും കൂടി റിസൾട്ട് കൂടുതൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റീം ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെപ്പോഴും പനിയും പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാം, ഈ മഴയൊക്കെ ആയതുകൊണ്ട് മിക്ക അവിടെ ഉണ്ടാവും. അപ്പോൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റീം ഫേസിലേക്ക് കൊടുത്തോളൂ, അത് നല്ലതാണ്. ദെൻ അതിനുശേഷം നമുക്ക് നമ്മളുടെ പാക്ക് റെഡിയാക്കാം. നമ്മുടെ പാക്കിനായിട്ട് നമുക്ക് വേണ്ടത്, നമുക്കറിയാം പണ്ട് മുതൽ തന്നെ എല്ലാവരും, പണ്ട് മുതൽ മീൻസ് മുമ്പൊക്കെ നമുക്കറിയാം കടലമാവെന്ന് പറയുന്നത് എല്ലാവരുടെയും ബ്യൂട്ടി എന്താ പറയുക ടിപ്സിലായിക്കോട്ടെ എല്ലാത്തിലും നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് കടലമാവ്. ആക്ച്വലി അത്രയും റിസൾട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് അന്നത്തെ കാലത്തും ഇന്നും അത് കണ്ടിന്യൂ ചെയ്ത് എല്ലാവരും അത് യൂസ് ചെയ്യുന്നത്. കാരണം അത്രയും നമുക്ക് റിസൾട്ട് ഉണ്ട്. സോ മിൽക്ക് എടുക്കുക, മിൽക്ക് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് കേട്ടോ 1.5-2 സ്പൂൺ മിൽക്ക്, അതിലേക്ക് 1 സ്പൂൺ കടലമാവ് ഇടുക. ദെൻ അതിനകത്ത് നമുക്ക് കുറച്ച് ടർമറിക് മഞ്ഞൾപ്പൊടി കുറച്ച് ചിലവർക്ക് മഞ്ഞൾപ്പൊടി അലർജി ഉള്ളവരുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് വേണ്ട. കാരണം മഞ്ഞൾപ്പൊടിയും കൂടി ഇടുമ്പോൾ നമുക്ക് ടാൻ എല്ലാം മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അതും കൂടി ആഡ് ചെയ്യുന്നത് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മഞ്ഞൾപ്പൊടിയും കടലമാവും മിൽക്കും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ടർമറിക്കിന് എന്തെങ്കിലും അലർജി ഉള്ളവരാണെങ്കിൽ അത് മാത്രം അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പാക്ക് നമുക്കൊരു 10 മുതൽ 15 മിനിറ്റ് വരെ വയ്ക്കണം നിർബന്ധമായിട്ട്. കാരണം അത്രയും റിസൾട്ടായിരിക്കും. കാരണം മിൽക്കും കടലമാവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ആയിട്ട് നല്ലൊരു റിസൾട്ടായിരിക്കും. മഞ്ഞൾപ്പൊടി പ്രശ്നമുള്ളവർ മാറ്റിക്കോളും, അല്ലാത്തവർക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു പാക്ക് 10 to 15 മിനിറ്റ് വരെ വയ്ക്കാം. സോ സൂപ്പർബായിട്ടുള്ള റിസൾട്ടായിരിക്കും നമുക്കതിൽ കിട്ടുന്നത്. അപ്പോൾ അതിനുശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും നനച്ച് വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കുക, അല്ലെങ്കിൽ വാഷ് ഔട്ട് ചെയ്ത് കളയുക. വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മോയ്സ്ചറൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് എപ്പോഴും നമ്മളൊരു ഫേഷ്യൽ ചെയ്യുമ്പോൾ ഫേഷ്യൽ കഴിഞ്ഞതിന് ശേഷം എന്ത് വേണം, നിർബന്ധമായിട്ട് നമ്മൾ സ്കിന്നിനെ മോയ്സ്ചർ ചെയ്യണം അല്ലേ. മോയ്സ്ചർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മിൽക്ക് എടുക്കാം. മിൽക്കിൻ്റെ കൂടെ കുറച്ച് മിൽക്ക് കേട്ടോ, അത് കൂടെ നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എടുക്കുക. ഒരു ടാബ്ലറ്റിൽ കട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് പോർഷൻ മതി കേട്ടോ യൂസ് ചെയ്യുക. ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റിനെ കുറിച്ചിട്ടും അത് നമ്മൾ ഏതൊക്കെ പാക്കിലാണ് യൂസ് ചെയ്യുക, എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് എന്തായാലും ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യും. പിന്നെ ഇത് ചിലവർക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് സ്കിന്നിന് അലർജിക് ഇഷ്യൂ ഉണ്ടാക്കും, അതുകൊണ്ട് വേണ്ട. അതല്ല കുഴപ്പമൊന്നും ഇല്ലാത്തവർ മാത്രം ഇതെടുത്താൽ മതി കേട്ടോ. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക. സൂപ്പർ ഗ്ലോ ആയിരിക്കും ഫേസിന്, മനസ്സിലായില്ലേ. അത് നമുക്ക് മോയ്സ്ചറൈസറായിട്ട് ഇത് കഴിഞ്ഞ് പാക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഏറ്റവും അവസാനം നമുക്ക് ഈ ഒരു രീതിയിൽ മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, ക്ലെൻസ് ചെയ്തു. മിൽക്ക് മാത്രം വെച്ച് നമ്മൾ ക്ലെൻസ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തു. ദെൻ നമുക്ക് മിൽക്കും നമ്മളുടെ റൈസ് പൗഡറും കൂടി സ്ക്രബ് ചെയ്തു അല്ലേ. സെക്കൻഡ് പ്രൊസീജിയർ എന്തായിരുന്നു, മിൽക്കും റൈസ് പൗഡറും കൂടി നമ്മൾ നല്ലപോലെ 5 minutes എടുത്ത് മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കളയുക. ദെൻ അതിനുശേഷം നമുക്ക് പാക്കാണ് വരുന്നത്. പാക്കിലേക്ക് ആവശ്യമായിട്ടുള്ളത് മിൽക്ക് വേണം, കടലമാവ് വേണം, കുറച്ച്
മഞ്ഞൾപ്പൊടിയും, ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് പാക്കായിട്ട് ഇടുക. ദെൻ അതൊരു 15 മിനിറ്റ് വയ്ക്കുക. ദെൻ അതിനുശേഷം റിമൂവ് ചെയ്യുക. വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുക. ഫേസിന് മോയ്സ്ചർ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് മിൽക്കും അതിൻ്റെ കൂടെ കുറച്ച് വൈറ്റമിൻ ഇയുടെ ഈ ടാബ്ലറ്റ് ഒരു ഹാഫ് പോർഷൻ മതിയാവും. ഒന്ന് യൂസ് ചെയ്ത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മിൽക്ക് ഓവറല്ല കേട്ടോ, നമ്മൾ മോയ്സ്ചർ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഓവറായിട്ടായിട്ടുണ്ട്. വളരെ കുറച്ച്, നമുക്കൊരു മോയ്സ്ചർ ചെയ്യുമ്പോൾ എത്ര വേണം അത്രയേ ഉള്ളൂ. വളരെ കുറച്ച് മിൽക്കും കുറച്ച് വൈറ്റമിൻ ഇയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. സോ അന്നത്തെ ദിവസം വേറെ ഒന്നും ചെയ്യണ്ട, അങ്ങനെ വിടുക. ഫേസ് നല്ല ഗ്ലോ ആയിരിക്കും. നമുക്ക് എന്താ പറയുക, ഏത് പ്രായത്തിലും ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ്. പക്ഷേ ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്കിൻ ഭയങ്കര ഓയിലി ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കിക്കോളൂ. കാരണം ഓയിലി സ്കിന്നുകാർക്ക് ചിലപ്പോൾ പിമ്പിൾസ് കൂടാനുള്ള ചാൻസ് ആണ്. ബിക്കോസ് ഓയിലി ആണ് ഇതിൻ്റെ ടെക്സ്ചർ വരുന്ന മിൽക്കിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നിന് ഞാൻ അത്രയും പറയില്ല. അതുപോലെ ആഗ്നെ ഉള്ളവർക്കും ഇത് നമ്മൾ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഈ ഫേഷ്യൽ എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഇഷ്ടപ്പെടും എന്തായാലും. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.